ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം എല്ലാവരും ഇന്നലെ ലാസ്റ്റ് മൊമെൻറ്റിലുണ്ടായ ക്യാൻഡിലിനെ ആഘാതം വിട്ടുമാറിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അത്രയ്ക്ക് എല്ലാവരും വണ്ടറടുപ്പിച്ച രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു കറക്റ്റ് മൂന്ന് മണിയായപ്പം മാർക്കറ്റിനകത്തിലുണ്ടായത്. ഇതിൻ്റെ കാരണങ്ങൾ ഞാൻ പരതി നോക്കിക്കഴിഞ്ഞപ്പം പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താൻ പറ്റുന്നില്ല. ഓക്കെ, എങ്കിൽ തന്നെ നമുക്ക് അതിലോട്ട് വരാം. മാർക്കറ്റ് ഏകദേശം 110 പോയിൻ്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത മാർക്കറ്റ് നേരെ നമ്മൾ വരച്ച അതേ ലൈനിൽ തന്നെ അന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി അത്രയും പോയിൻ്റ് 110 പോയിൻറ്റും എന്ത് ചെയ്തു, മാർക്കറ്റ് തിരിച്ചു കയറി ഇല്ലേ. ഇന്നലെ എവിടെയാണ് ക്ലോസ് ചെയ്തത് അതേ പോയിന്റിൽ മാർക്കറ്റ് 15-20 മിനിറ്റ് കൊണ്ട് എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇലക്ഷൻ ദിവസമാണ്, മാർക്കറ്റിലെ നമ്പേഴ്സിനനുസരിച്ച് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്യും എന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. അതിനുശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വന്നു. വീണ്ടും എന്ത് ചെയ്തു, നമ്മൾ എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അതേ പോയിന്റിൽ വന്ന് സപ്പോർട്ട് എടുത്തു, പല പ്രാവശ്യം സപ്പോർട്ട് എടുത്തു, അവിടെ നിന്ന് വീണ്ടും തിരിച്ചു കയറി. അങ്ങനെ ഒരു ട്രെൻഡ് ഫോർമേഷൻ അവിടെ ഉണ്ടായി ഇല്ലേ. അതിനുശേഷം വൈകുന്നേരം 3 മണി വരെ മാർക്കറ്റ് ഒരു ഹയർ ലോ ഫോർമേഷൻ, ലോവർ ലോ ലോവർ ഹൈ ഫോർമേഷനിൽ മാർക്കറ്റ് ഉണ്ടായി. അവസാനം ഒരു പൊട്ടിത്തെറിയാണ് മാർക്കറ്റിൽ ഉണ്ടായത്. അപ്പം ഇവിടെ നമുക്ക് കൃത്യമായി ഒരു എൻട്രിയോ അല്ലെങ്കിൽ ഒരു പ്രൊഡിക്ഷനോ ഒന്നും പറ്റത്തില്ല. കാരണം എന്താണ്, മാർക്കറ്റിൽ സ്ക്രീനിൽ മിന്നി മറയുന്ന നമ്പറുകൾക്കനുസരിച്ചും വാർത്തകൾക്കനുസരിച്ചുമായിരിക്കും മാർക്കറ്റ് ചലിക്കുന്നത്. അവിടെ പ്രൈസ് ആക്ഷൻ ഒന്നും എന്ത് ചെയ്യത്തില്ല, അവിടെ ഒന്നും വർക്ക് ചെയ്യത്തില്ല. അപ്പം ചാടി കയറുക, കിട്ടിയ പോയിൻറ്റും കൊണ്ട് ചാടി ഇറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവസാനം വരെ അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ 2-3 ദിവസത്തെ മുന്നുള്ള വീഡിയോയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇലക്ഷനിലെ ഈ റിസൾട്ട് മാർക്കറ്റിനെ വലുതായിട്ട് ഇമ്പാക്റ്റ് ചെയ്യത്തില്ല എന്ന് ഞാൻ 2-3 ദിവസം മുന്നേ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, മാർക്കറ്റ് റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ അത് മാർക്കറ്റിനെ ബാധിക്കും. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അയാളുടെ എക്സ്പെക്റ്റഡ് ആണ്. ഓക്കെ, അങ്ങനെ സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ വലിയ സംഭവവികാസങ്ങളൊന്നും നടക്കാൻ ഇല്ല, ഇത് മാർക്കറ്റിനെ വലുതായിട്ട് ബാധിക്കത്തില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, 3 ദിവസം മുന്നേ പറഞ്ഞതാണ്. അപ്പം ഈ മാർക്കറ്റ് വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് NDAക്ക് നല്ല ഭൂരിപക്ഷം കിട്ടി, വിചാരിച്ചതിനേക്കാളും ഭൂരിപക്ഷം കിട്ടി. എന്നിട്ടും ഭൂരിപക്ഷം കിട്ടിയില്ല. 11 മണി ആയപ്പോഴത്തേക്കും കാര്യങ്ങൾക്കെല്ലാം ക്ലാരിറ്റി വന്നു. ഇവിടെ 11 AM ആയപ്പോഴത്തേക്കും മാർക്കറ്റ് ഓൾറെഡി മനസ്സിലായി, ഡൈജസ്റ്റ് ചെയ്തു, എന്ത് ചെയ്തു, NDA വിജയിച്ചു, ഉറപ്പാണ്. പിന്നെ അവിടെ തന്നെ ചന്ദ്രബാബു നായിഡു പിന്നെ ഈ മുഖ്യമന്ത്രി ആകുമോ എന്ന് ഒരു ഡൗട്ടുണ്ടായിരുന്നു. അവസാനം അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ വന്നു, പുള്ളി തന്നെയാണ് പിന്നെ മുഖ്യമന്ത്രി ആകുമെന്ന് അതിൻ്റെ കൺഫർമേഷൻ വന്നു. അതിനുശേഷം വേറെ ഒന്നും സംഭവിച്ചില്ല. മാർക്കറ്റ് അതിനുശേഷം പതുക്കെ താഴോട്ട് വീഴാൻ തുടങ്ങി ഇല്ലേ. അപ്പോൾ ഇവിടെ എല്ലാവരും പ്രതീക്ഷിച്ചത് മാർക്കറ്റ് പൊട്ടി താഴോട്ട് വരും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. അപ്പോൾ ഇതിന് താഴോട്ട് പൊട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ പൊട്ടുന്നൊരു പ്രതീതി ഇവിടെ വരുത്തി തീർക്കുകയും ചെയ്തു. വരുത്തി തീർത്തതിന് ശേഷം അതുപോലെ തന്നെ തിരിച്ചു കയറി. ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി പറഞ്ഞു, എൻ്റെ ഒരു 100% പൂർണ്ണമായ വിശ്വാസം മാർക്കറ്റ് ഇവിടുന്ന് താഴെ പോകത്തില്ല, തിരിച്ച് കയറും എന്ന് തന്നെയായിരുന്നു. എൻ്റെ കയ്യിൽ ഇവിടെ 25,900 CE. ഓക്കെ, ഓൾറെഡി ഞാൻ എനിക്കൊന്ന് ഈ ലെവലിൽ ഇവിടുന്ന് തന്നെ ഞാൻ 25,900 CE നവംബർ മന്ത്ലി എക്സ്പയറി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ചെടുത്താണ് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് കയറുന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. പക്ഷേങ്കിൽ ഒന്നും സംഭവിച്ചില്ല. ഇവിടെ വരെ കയറി, ഇപ്പോൾ കുറച്ച് എക്സിറ്റ് ചെയ്തു, പിന്നെ താഴെ വന്നപ്പോൾ വീണ്ടും വാങ്ങിച്ചു. ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും ഇവിടെ വരുമ്പോൾ എൻ്റെ കയ്യിൽ 5 ലോട്ട് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു, 25,900 നവംബർ CE. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വില ഏകദേശം ഇവിടെ വരുമ്പോഴാണ് 180 രൂപയായിരുന്നു ഇതിൻ്റെ വില. ഓക്കെ, അപ്പം അവസാന നിമിഷം കറക്റ്റ് 3 മണി ആയപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് ഭയങ്കര ഒറ്റ ക്യാൻഡിൽ തന്നെ 100 പോയിൻ്റ് ആയത്. ഒറ്റ ക്യാൻഡിൽ 100 പോയിൻ്റ്, മൊത്തം ഇവിടം വരെ 170 പോയിൻ്റ് ഉണ്ട്. ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെ ഏകദേശം 170 പോയിൻ്റ് ഉണ്ട് ഇല്ലേ. ഒരു 170 പോയിൻ്റ് മൂവ് ചെയ്യുമ്പം ATM സ്ട്രൈക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക്
എന്തായാലും ഒരു 85 പോയിൻ്റ് കണക്ക് പ്രകാരം പറയുന്നത് വേണ്ട, ഒരു 85 അല്ല പോട്ടെ, ഒരു 70 പോയിൻ്റ്, 70 പോയിന്റുകൾ നമുക്ക് പ്രീമിയത്തിനകത്ത് എന്ത് ചെയ്യണം, 170 പോയിന്റിൽ 70 പോയിന്റുകൾ പ്രീമിയം, അത് കൂടുതൽ കിട്ടണം, എങ്കിലും ഒരു 70 പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വരുമ്പോൾ നമുക്കിത് കിട്ടണം. പക്ഷേ എനിക്ക് കിട്ടിയ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ 180 എന്നുള്ളത് മാക്സിമം വന്നത് 230 പോയിൻറ്റാണ്, 232 പോയിൻ്റാണ് മാക്സിമം വന്നത്. അതായത് ഏകദേശം ഒരു 50 പോയിൻറ്റിനടുത്ത് മാത്രമാണ് ഒരു അപ്രീസിയേഷൻ നമുക്ക് കിട്ടിയത്, മാക്സിമം ടു മാക്സിമം ഇവിടെ കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ സംഭവം, ഇത്രയും മാർക്കറ്റ് കയറിയിട്ട് എന്ത് കയറിയില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഡൗട്ട് കാണും, ആരെങ്കിലും സി ഒക്കെ ഹോൾഡ് ചെയ്യുന്നവർക്ക് വിചാരിച്ച പോലെ ഒരു അപ്രീസിയേഷൻ കിട്ടിയില്ല എന്നുള്ളൊരു നിങ്ങളൊരു സംശയം ഉണ്ടെങ്കിൽ ആ സംശയം ശരിയാണ്. കാരണം നമുക്ക് ഫ്യൂച്ചറിലോട്ടൊന്ന് പോയി നോക്കാം. ഫ്യൂച്ചറിലോട്ട് അപ്പോൾ ഇവിടെ നമുക്ക് നാളെ നോക്കാം. ആദ്യം ഇത് നമുക്ക് നടക്കണമല്ലോ, അറിയണമല്ലോ കറക്റ്റ് കാര്യം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ അളന്ന് വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കിക്കേ, ഉണ്ടാവും 170 പോയിൻറ്റിനടുത്ത് മാർക്കറ്റ് കയറി, 170 പോയിൻറ്റ്, 170 പോയിൻറ്റ് കണ്ടല്ലോ. ഇനി നമുക്ക് ഫ്യൂച്ചർ നോക്കാം, എത്ര പോയിൻറ്റ് ഫ്യൂച്ചർ കയറി എന്ന് നമുക്ക് നോക്കാം. ഫ്യൂച്ചർ ഇതാ നോക്കിക്കഴിഞ്ഞാൽ ഇതാ എത്ര പോയിൻറ്റ് കയറി നോക്കിക്കോ, എത്ര പോയിൻറ്റ് കയറി, വെറും 120 പോയിൻറ്റ് ഫ്യൂച്ചർ ഇവിടുന്ന് അങ്ങോട്ട് കയറിയുള്ളൂ. അതായത് 50 പോയിൻറ്റ് വെറും ഷോ മാത്രമായിരുന്നു. മനസ്സിലായോ? അപ്പം ഇവിടുന്ന് കയറിയത് വെറും 120. അപ്പോൾ എനിക്ക് കിട്ടിയ പോയിൻറ്റ് കറക്റ്റാണ്, 120 പോയിൻ്റ് ആകുമ്പോൾ ഒരു 60 പോയിൻറ്റ് കറക്റ്റ് ATM വരണം, 50 പോയിൻ്റ് അടുത്ത് എനിക്ക് കിട്ടി അപ്രീസിയേഷൻ. കറക്റ്റ് അല്ലേ? അപ്പം ഇപ്പം മനസ്സിലായാലും നിങ്ങൾക്ക് നമ്മുടെ പ്രീമിയം എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, പ്രീമിയം മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫ്യൂച്ചറിൻ്റെ മൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രീമിയം അപ്രീസിയേഷൻ. അപ്പോൾ 50 പോയിൻറ്റ് വെറും ഷോ ആയിരുന്നു, വെറും ഷോ. ഓക്കെ, അപ്പോൾ ഇനി ഇതിപ്പം നാളെ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതെല്ലാം കറക്റ്റ് ചെയ്യും. എങ്ങനെയൊക്കെയാണ് അങ്ങോട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എങ്ങനെയൊക്കെയാണോ അത് അതുപോലെ കറക്റ്റ് ചെയ്യുക. അത് പിന്നത്തെ കാര്യം. അപ്പോൾ ഞാനിത് പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ നോക്കി മനസ്സിലാക്കി വെക്കുക. നാളെ ഒരു ദിവസം ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകും. നിങ്ങൾക്കിപ്പം കുറച്ചെങ്കിലും പറയുന്നത് ഇങ്ങനെ എന്ത് ഈ പറയുന്നത് ചുമ്മാ വളവള എന്തെങ്കിലും കാര്യം പറയാനുള്ളത് ഇങ്ങനെ എന്തിനാ വളവള സംസാരിക്കുന്നത് പറയും. പക്ഷേ ഞാനീ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ദൈനംദിന ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഇന്ന് ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നാളെ ഇങ്ങനെ ഒരു സിനാരിയോ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും, ഓക്കെ അന്നങ്ങനെ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇതാണ് എൻ്റെ കാര്യം, ഇതുകൊണ്ടാണ് എനിക്ക് പ്രീമിയം കിട്ടാത്തത്. അപ്പോൾ ഒരു ചോദ്യം ഒഴിവാകും അവിടെ, അയ്യോ സാറേ ഇത്രയും മാർക്കറ്റ് കയറിയിട്ട് എനിക്കെന്താ ഇത്രയും കിട്ടാഞ്ഞേ എന്നുള്ള ചോദ്യം അവിടെ കൃത്യമായിട്ട് ഒഴിവാകും. നിങ്ങൾ അപ്പോൾ തന്നെ പോയി ഫ്യൂച്ചർ നോക്കും, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും, സ്വയമേ നിങ്ങൾ പഠിക്കും. ഇതാണ് ഇതിനകത്തിൽ ഞാൻ ഇതുകൊണ്ട് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനിയും കാര്യത്തിലോട്ട് വരാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. മാർക്കറ്റ് ഇനി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കറക്റ്റ് നമ്മുടെ പോയിന്റിൽ 25,930 വന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, 910 നമ്മുടെ 25,910 ക്ലോസ് ചെയ്തേക്കുന്നത്. ഇതിന് താഴെ ഈ ലൈനിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് മാർക്കറ്റ് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈൻ തട്ടിപ്പിടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ തിങ്കളാഴ്ച എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റിൽ 2-3 ന്യൂസുകളുണ്ട്. ഞാൻ ഈ പറയുന്ന എൻ്റെ തമ്പനയിൽ അതിട്ടേക്കുന്ന വളരെ ഒരു ശക്തമായ വടംവലിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ കൂടുതലാണ് എന്ന് പറയാനുള്ളതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ആദ്യം 2 പോസിറ്റീവ് ന്യൂസ് പറയാം. ഒന്നാമത്തെ പോസിറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും സൗദി ആയിട്ട് ടെക്സ്റ്റൈൽ സെക്ടറിൽ സൗദി നമ്മളെ ടെക്സ്റ്റൈൽ ഇമ്പോർട്ട് ചെയ്യാം, നല്ല രീതിയിൽ ഇമ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു കരാർ തമ്മിൽ ധാരണയായിട്ടുണ്ട് ഇന്ത്യയും സൗദിയും തമ്മിൽ. അത് നമ്മുടെ ടെക്സ്റ്റൈൽ സെക്ടറിന് ഇപ്പം US-ലോട്ട് സാധനം കയറ്റി അയക്കാത്ത ധാരാളം കമ്പനികളുണ്ട്, പ്രത്യേകിച്ച് തിരുപ്പൂരൊക്കെ ബേസ്ഡ് ധാരാളം കമ്പനികൾ പൂട്ടിക്കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയും സൗദി തമ്മിൽ ഒരു ധാരണയിലെത്തി. സൗദി പറഞ്ഞു ഓക്കെ നിങ്ങളുടെ ടെക്സ്റ്റൈൽ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ അത് ടെക്സ്റ്റൈൽ സെക്ടറിനെ ഒരു പക്ഷെങ്കിൽ ഒരു ഊർജ്ജം പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ട്രംപ് അണ്ണൻ കുറച്ച് സാധനങ്ങൾക്ക് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ബീഫൊക്കെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ധാരാളം അമേരിക്കയിലോട്ട് കയറ്റി അയക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ വിചാരിക്കുന്നവരല്ല. ബീഫ്, അതുപോലെ കുറച്ച് ബനാന, ടൊമാറ്റോ, അങ്ങനെ കുറച്ച് വെജിറ്റബിൾ ഐറ്റംസിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനൊക്കെ താരിഫ് വെട്ടിക്കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആഴ്ച പല രാജ്യങ്ങൾക്കും താരിഫിൻ്റെ കാര്യത്തിലൊരു തീരുമാനമുണ്ടാകുമെന്നും അണ്ണൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്തിലൊന്ന് ഇന്ത്യയാണ്. അപ്പോൾ ഏത് നിമിഷവും ട്രംപിൻ്റെ വായിൽ നിന്നൊരു വാർത്ത വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട്
വെരി കോഷ്യസ് ആയിട്ടിരിക്കുക. എപ്പോഴും നമ്മുടെ കയ്യിരിക്കുന്ന പൊസിഷനെ പറ്റി നമ്മൾ ബോധവാനായിരിക്കണം. പൊസിഷൻ സൈസിങ് വളരെ സൂക്ഷിച്ച് കണ്ട് നമ്മൾ ചെയ്യുക. ഏത് നിമിഷവും താരിഫിൻ്റെ വാർത്ത വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്കറ്റ് പോകും. മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകും. അതിന് യാതൊരു തർക്കവും ഇല്ല. എവിടം വരെ പോകും എന്ന് മാത്രം നോക്കിയാൽ മതി. എന്തായാലും താരിഫ് വന്നാൽ, താരിഫിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ വിഡ്രോവൽ 25% വിഡ്രോവൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ATH അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അത് എന്ന് വരും എന്നുള്ളതാണ് ചോദ്യം. അപ്പം നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ട് FIs ഇത്ര ഷോർട്ട് വെച്ചേക്കുന്നു? അതിൻ്റെ കാരണം ഒരു മനുഷ്യനും അറിയത്തില്ല എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഷോർട്ട് വെച്ചേക്കുന്നത്. എന്തെങ്കിലും ഒരു ന്യൂസ് അവരുടെ കയ്യിൽ കാണും, അല്ലെങ്കിൽ ഒരു പിടിവള്ളി കാണും, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ താരിഫിൻ്റെ പ്രശ്നത്തിലൊരു ക്ലാരിറ്റി വരുന്നതിന് മുന്നേ തന്നെ മാർക്കറ്റ് ചിലപ്പോൾ ഒരു വീഴാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. താരിഫിൻ്റെ പ്രശ്നം മുന്നോട്ട് നീളും തോറും മാർക്കറ്റ് ഒരു പക്ഷേ താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി നെഗറ്റീവ് ന്യൂസ് പറയാം. നെഗറ്റീവ് ന്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ, നെഗറ്റീവ് ന്യൂസ് അതിൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ തുർക്കിയെ നമ്മളിപ്പം സംശയത്തിന് നിഴലിൽ നിർത്തിയേക്കാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലുണ്ടായ ബ്ലാസ്റ്റിനകത്ത് തുർക്കിക്ക് നല്ല രീതിയിൽ പങ്കുണ്ട് എന്നുള്ളത് ഓരോ ദിവസം കഴിയും തോറും അത് വളരെയധികം അതിൻ്റെ തെളിവുകൾക്ക് ശക്തി ഏറി വരികയാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം അത്. അപ്പം അങ്ങനെ ഒരു എസ്കലേഷൻ നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ തുർക്കി എന്ന് പറയുന്ന ഒരു നാറ്റോ രാജ്യം ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോലെ, നാറ്റോയിൽ അംഗമാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന തുർക്കി തന്നെ നമ്മൾ US നിന്ന് 3 അപ്പാച്ചി ഹെലികോപ്റ്റർ വാങ്ങിച്ചായിരുന്നു. അത് ഒരു വലിയ ട്രാൻസ്പോർട്ടർ ചരക്ക് വിമാനത്തിൽ ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്ന വഴി തുർക്കി എയർ സ്പേസ് വഴി വേണം നമ്മുടെ ഇന്ത്യയിലോട്ട് വരാൻ. പക്ഷേങ്കിൽ തുർക്കി നമുക്ക് എയർ സ്പേസ് നിഷേധിച്ചു. അതായത് ഈ US പ്ലെയിൻ എയർക്രാഫ്റ്റ് ആയിരുന്നു. ആ ട്രാൻസ്പോർട്ടർ വിമാനത്തിന് അവരുടെ വ്യോമപരിധിയിലൂടെ സഞ്ചരിക്കാനുള്ള അനുവാദം തുർക്കി കൊടുത്തില്ല. അതും ഒരു പ്രശ്നം. അപ്പോൾ ഇതൊക്കെ ഒരു എസ്കലേഷനെ ആക്കം കൂട്ടുന്ന സംഗതികളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ RBI പറഞ്ഞു ഡിജിറ്റൽ ഗോൾഡിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അതായത് നമ്മുടെ ഈ പറയുന്ന RBI പറയുന്ന ETF എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, അല്ലാതെ ഈ എക്സ്റ്റേണലായിട്ട് പല ആപ്പുകൾ വഴിയും അല്ലാതെയൊക്കെ നമ്മൾ ഈ ഡിജിറ്റൽ ഗോൾഡ്, ഈ പറയുന്ന ഫോറക്സ് വഴിയൊക്കെ നമ്മൾ ഡിജിറ്റൽ ഗോൾഡ് പർച്ചേസ് ചെയ്യാറുണ്ട്, അതിൻ്റെ ഓപ്ഷൻ ഫ്യൂച്ചറുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനൊന്നും യാതൊരു ഇന്ത്യയിലുള്ളതായാലും പുറത്തുള്ളതായാലും ഈ വക കാര്യങ്ങൾക്കൊന്നും യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് RBI ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്, ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഗോൾഡ് $200 ഗോൾഡ് വീണ് 4220 നിന്ന് ഏകദേശം 4050 വരെ വന്നു. ഏകദേശം 180 പോയിൻറ്റോളം ഗോൾഡ് വീണു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ മാർക്കറ്റിൽ നെഗറ്റീവ് ന്യൂസായിട്ടും നിൽപ്പുണ്ട്. എന്തായാലും ഗോൾഡ് വീഴുന്നത് നമുക്ക് പോസിറ്റീവാണ്. നമ്മുടെ ഓപ്ഷൻ ട്രേഡിങ്ങിനകത്തിൽ നമുക്കൊരു ഗുണമായിട്ട് ഭവിക്കത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിലവിൽ മാർക്കറ്റിൽ നിൽക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതെങ്ങനെ മാർക്കറ്റിനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഓൾറെഡി, താരിഫ് വരാത്തിടത്തോളം കാലം മാർക്കറ്റിന് മുകളിലോട്ട് പോകാനുള്ള പൊട്ടൻഷ്യൽ വളരെ കുറവായിരിക്കും. ഓക്കെ, മേ ബി ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് ചെറിയൊരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയുണ്ട്. ഈ നിലവിൽ ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത് ഏകദേശം 962 നമ്മൾ ക്ലോസ് ചെയ്തത് 910 50 പോയിൻറ്റിന് ഗ്യാപ്പുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇത് ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവാണ് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. അപ്പം ഇനി രാവിലെ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുമ്പോഴേ അടുത്തുള്ളൂ. ഇനി ഇതിനിടയിൽ എല്ലാം പറയുകയാണെന്നുണ്ടെങ്കിൽ അതും വേറൊരു സംഭവമായിട്ട് വർത്തിക്കാനുള്ള കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലെവലുകളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഇത് നമ്മൾ നോക്കുക. നമുക്ക് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈനിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കുക. അതിനനുസരിച്ച് മാത്രമേ മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താലും ഇത് ഇറങ്ങി താഴോട്ട് വന്നു കഴിഞ്ഞാൽ മാക്സിമം ടു മാക്സിമം വരാനുള്ളത് ഈ പറയുന്ന 840 എന്ന് പറയുന്ന 840 റേഞ്ച് നിൽക്കുന്ന ഈ ട്രെൻഡ് ലൈനാണ്. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ നിങ്ങൾ ഓർത്ത് വെച്ചു. അപ്പം ഇതായിട്ട് വരണമെങ്കിൽ ഇതൊക്കെ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് സപ്പോർട്ട് ഇടുന്നതിന് തിരിച്ച് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. അല്ല ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ നേരെ താഴോട്ട് പോകും. അല്ല ഇനി ഇവിടുന്ന് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ
മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 26,010 നമ്മളുടെ ടാർഗറ്റ്. ഇവിടെ ഓൾറെഡി നമ്മൾ ഒരു പ്രാവശ്യം വന്ന് ടെസ്റ്റ് ചെയ്തതാണ് ഇല്ലേ, ഈ പോയിന്റിൽ വന്ന് മാർക്കറ്റ് ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്തതാണ്. അങ്ങനെയാണ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇത് നമ്മുടെ ഇതൊക്കെ ഇവിടെ ലെവലുകളുടെ കിടപ്പുണ്ട്. ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി 26,100 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. സസ്റ്റെയിൻ ചെയ്താൽ നാളെ ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 26,100 ടെസ്റ്റ് ചെയ്യാനുണ്ട്. അതും കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈ 26,778 എന്ന് പറയുന്ന ഒരു നമ്പർ അതിൻ്റെ മുകളിലുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യമാണ് നിലവിൽ പറയാനുള്ളത്. നമുക്കിനിയും ജസ്റ്റ് ഡെയിലി ക്യാൻഡിലൂടെ നമുക്കൊന്ന് നോക്കാം. ഡെയിലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ക്യാൻഡിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, നോക്കിയേ കണ്ട, ഇത് നമ്മളുടെ ഇപ്പോൾ ഈ ലൈനൊന്നും വേണ്ട, അന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടി വരച്ചിട്ടാണ് ഇതൊക്കെ. ഓക്കെ, നോക്കിക്കേ, ഇവിടെ ഒരു നമ്മളൊരു ട്രെൻഡ് ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്നു. ഈ ട്രെൻഡ് ലൈനിൻ്റെ താഴെയാണ് ഇപ്പോഴും ഇത് ക്ലോസ് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഇതിന് താഴെ റെഡ് ക്യാൻഡിലൂടെ ഡോജി ക്യാൻഡിലൂടെ ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി അല്ലേ, ഡോജി ക്യാൻഡിലൂടെ മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. ഇപ്പോഴും ഇതിൻ്റെ മുകളിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല. മാർക്കറ്റിന് ഇതിന് മുകളിലോട്ട് പോയി ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ മുകളിലോട്ട് പോയി ക്ലോസ് ചെയ്യുന്നെങ്കിൽ നമുക്കൊരു സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ നിലവിൽ മാർക്കറ്റ് അത്രയും 120 പോയിൻറ്റ് മാർക്കറ്റ് വീണിട്ടും തിരിച്ച് കയറി ക്ലോസ് ചെയ്തതാണിത്. എങ്കിലും ഈ പറയുന്ന ഡേ വൈസിൽ ഈ ക്യാൻഡിൽ ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ഇത് ക്ലോസിങ് കിട്ടിയെങ്കിലേ ഉള്ളൂ നമുക്കൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് നാളെ ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടുമോ നോക്കുക, ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടുമോ നോക്കുക. കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് അപ്സൈഡ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഇവിടുന്ന് റിജക്ഷനാണ്. അങ്ങനെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 25,645 എന്ന് പറഞ്ഞൊരു ലൈൻ നമുക്കിവിടെ കിടപ്പുണ്ട്. ഇതൊക്കെ ഓൾറെഡി നേരത്തെ എപ്പോഴും പറഞ്ഞ് നിങ്ങൾക്ക് വിരസത ഉണ്ടാക്കുന്നില്ല. അപ്പം ഇത്രയും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, തിരിച്ച് മാർക്കറ്റ് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 25,645 ഇറങ്ങി വരും. അല്ല മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 25,100 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് അത് അവിടെ നിർത്തുന്നു, അത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്കിനിയും അടുത്തത് നമുക്ക് സെൻസെക്സ് കൂടെ നോക്കിയേക്കാം. സെൻസെക്സിൽ ഓൾറെഡി നമ്മൾ വരച്ചിട്ടിട്ടുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ വരകൾക്കൊന്നും മാറ്റമില്ല, എല്ലാ വരകളും അതുപോലെ തന്നെയാണ്. ഇനിയിപ്പം നമുക്ക് കടമ്പകൾ മേലോട്ട് പോകാനുള്ളത് 25, 85, 243 243 മുകളിലോട്ട് മാർക്കറ്റ് അതായത് ഇവിടുന്ന് ഏകദേശം ഒരു 10-700 പോയിൻറ്റുകളുണ്ട് ഇല്ലേ. 84,653 ഇപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 700-600 പോയിൻ്റ് ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്യാനുണ്ട്. നമുക്ക് നോക്കാം നാളെ തിങ്കളാഴ്ച ഇത് ക്രോസ് ചെയ്യുമോ ഇല്ലെന്ന്. ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് നമുക്ക് വേറെ വരയ്ക്കാം. ഇല്ലെങ്കിൽ മാർക്കറ്റ് തിരിച്ച് താഴോട്ട് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക സെൻസെക്സ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഈ പറയുന്ന പോലെ തന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ നല്ലൊരു മൂവ്മെൻറ്റ് തന്ന് വളരെ ശോകമായിരുന്നു. കൃത്യമായിട്ട് നമ്മുടെ ലെവലുകളൊക്കെ റെസ്പെക്റ്റ് ചെയ്തു തിരിച്ച് പോയി ക്ലോസ് ചെയ്തത് നമ്മുടെ അതേ ലെവലിൽ അതേ ലെവലിൽ തന്നെയാണ് 576 പോയിട്ടാണ് തട്ടി നിന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു ആ വഴിക്ക് പോവുക, അല്ലാതെ കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഇവിടുന്ന് ATH ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരെണ്ണം വരയ്ക്കണം അല്ലേ, ഇവിടെ സംഭവം വരയ്ക്കണം. നമുക്കപ്പം ഏറ്റവും താഴത്തെ ഹൈ ഇവിടുന്ന് നമുക്ക് ഇത്രയും വരണം. ഓക്കെ, അങ്ങനെയാണ് ഫർദറായിട്ട് ഇവിടുന്ന് ഇത്രയും പോകാനുള്ള സാധ്യത. ഇത്രയും ദൂരം കൂടെ സഞ്ചരിക്കണം. 461 പോയിൻ്റ് കൂടെ എന്ത് ചെയ്യണം, മാർക്കറ്റ് ഇവിടുന്ന് സഞ്ചരിക്കണം. ഓക്കെ, അവിടെ വരച്ചിട്ടേ നിങ്ങളുടെ ഒരു സമാനത്തിന് വേണ്ടി വരച്ചിട്ടേക്കുന്നേ ഉള്ളൂ, അങ്ങോട്ട് പോകുന്നല്ല ഈ പറയുന്നത്. എന്തായാലും ഒരു ലൈൻ വേണമല്ലോ, അതുകൊണ്ട് ആ ലൈൻ അവിടെ കിടന്നോട്ടെ. ഓക്കെ, അപ്പോൾ അടുത്തത് മിഡ് ക്യാപ്പ് ഞാൻ പറഞ്ഞു ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പം ഓൾ ടൈം ഹൈ നിൽക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പെടലേക്ക് പിടി വീഴുന്നത് മിഡ് ക്യാപ്പിൻ്റെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ 13,783 ഈ 13,783 പൊട്ടി താഴെ പോയാൽ ആശാനിങ്ങ് താഴോട്ട് തന്നെ പോരും. ഓക്കെ, കാരണം മറ്റുള്ളവരെക്കാളൊക്കെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും ഇതിനകത്തിലെ സെല്ലിങ്ങിന്. കാരണം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ആറഞ്ചം കുറഞ്ഞ ആൾക്കാർ എടുത്ത് വെച്ച് പുട്ട് ഓപ്ഷൻ എടുക്കും, സാധനം ഇഞ്ഞ് താഴോട്ട് പോരും. ഓക്കെ, അതുകൊണ്ട് കാരണം ഈ ഓൾ ടൈം ഹൈ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല BSE നല്ലപോലെ ഓടി 2,800 നിൽക്കുകയാണ്. BSE
ഈ 2800 ഉണ്ടോ 2827 നല്ല 2200 നിന്നും പോയ പോക്കാണ്. അതുകൊണ്ടാണ് ഇത് ഓൾ ടൈം ഹൈയിലെത്തിയത്. ഇനിയിപ്പോൾ ഒരു പക്ഷേ BSE 3000 അടുക്കുമ്പോഴത്തേക്കും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. താഴോട്ട് വീണ് കഴിഞ്ഞാൽ നല്ല വീഴ്ചയായിരിക്കും. 13,783 നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ, അല്ല മുകളോട്ട് പോകുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത് പിന്നെ മുകളോട്ട് പോയി അടുത്തത് 14,031 എന്ന് പറയുന്ന നമ്പറായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഈ ആഴ്ച സംസാരിക്കാൻ. എന്തായാലും തിങ്കളാഴ്ച നമുക്കൊരു ക്ലാരിറ്റി വരും മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ള കാര്യം. ഓക്കെ, അതായത് മാർക്കറ്റ് അതായത് നമ്മുടെ താരിഫിൻ്റെ ക്ലാരിഫിക്കേഷൻ വരുന്നത് വരെ മാർക്കറ്റ് എന്താ സംഭവിക്കാൻ പോകുന്നത്, കൺസോളിഡേഷൻ ആണോ പറക്കുമോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് തിങ്കളാഴ്ച കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. തിങ്കളാഴ്ച മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് അതുവരെ താരിഫിന് ക്ലാരിഫിക്കേഷൻ വന്നില്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കുമെന്ന് നിങ്ങൾ വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. അതിനുശേഷം അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളതിനെ പറ്റി പറയാൻ. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു തിങ്കളാഴ്ച പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.